ഹായ് ഹലോ മൈ ഡിയേഴ്സ്. നിങ്ങൾക്കിപ്പം ഒരു വെയിറ്റ് ലോസ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് താല്പര്യമുണ്ടോ? അതും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് എക്സസൈസും ഒക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ്, എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും, അതായത് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു, അതായത് പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത ആ ഒരു വെയിറ്റും, അതുപോലെ ഡെലിവറി കഴിഞ്ഞുള്ള ആ ഒരു വെയിറ്റും വെയിറ്റ് ഗെയിനും ഒക്കെ റെഡ്യൂസ് ചെയ്ത് ബാക്ക് ടു നമ്മളുടെ ആ ഒരു പ്രഗ്നൻസിക്ക് മുമ്പുള്ള ആ ഒരു വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്തു. കാരണം ഞാൻ ഷുഗർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒബിസിറ്റി ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ബിക്കോസ് അതിന്റെ ഹൈ എമൗണ്ട് ഓഫ് കാർബ്സ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ വിചാരിച്ചു അത്രയും കാർബ്സ് ഒന്നും എടുക്കണ്ട, അതായത് ക്രേവിങ്സ് ഒക്കെ ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ചു. വേണ്ട എന്ന് വെച്ചാൽ എന്താ ഇനിയും വീണ്ടും ഫസ്റ്റിലത്തെ പോലെ പണി കിട്ടിയാൽ, ഫസ്റ്റിലത്തെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ചു. ആൻഡ് ഫസ്റ്റിലത്തെ പ്രഗ്നൻസിയിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു 2 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിനൊക്കെ പോയി വണ്ണമൊക്കെ കുറച്ചു. അതിന് മുമ്പേ തന്നെ നമുക്ക് എൻ്റെ ബാക്ക് ടു നോർമൽ വെയിറ്റ് വന്നായിരുന്നു. എന്നാലും നമ്മുടെ ആ ഒരു ടമ്മിയും ഒക്കെ കുറച്ച് ഞാൻ ജിമ്മിന് പോയതിനു ശേഷമാണ്. ഞാൻ ഈ ജിമ്മിന് പോയ ആ ഒരു ടൈമിൽ തന്നെയാണ് സെക്കൻഡ് കൺസീവ് ആയതും. സോ നമ്മൾ എന്താ ജിമ്മിന് പോയ ആ ഒരു ടൈമിൽ തന്നെയാണ് എനിക്ക് ടയർഡ്നെസ് പോലെ വന്നിട്ട് സെക്കൻഡ് പ്രഗ്നൻസി കൺസീവ് ആയത്. സോ എനിക്ക് എൻ്റെ ആ ഒരു റുട്ടീൻ മൊത്തം തെറ്റി, ജിമ്മിന് പോക്കും പിന്നെന്താ എല്ലാം തെറ്റി. പിന്നെ നന്നായിട്ട് നല്ല ഫുഡ് എടുക്കണമല്ലോ. അപ്പം ഫുഡ് കഴിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് പ്രഗ്നൻസിയിലും അത്യാവശ്യം വണ്ണമൊക്കെ ആയി. എന്നാലും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അത്രയും പോയില്ല കേട്ടോ. ഞാൻ എല്ലാം എൻ്റെ ക്രേവിങ്സ് എല്ലാം ഞാൻ മാറ്റി വെച്ചു, വേണ്ടാന്ന് വെച്ചു. ഓക്കെ, എഗെയിൻ സെക്കൻഡ് യൂഷ്വലി ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് വണ്ണമൊക്കെ വെച്ചു. ആൻഡ് ഇപ്പൊ ഞാൻ എൻ്റെ ബാക്ക് ടു നോർമൽ വെയിറ്റ് ആയേക്കാണ്. സോ എങ്ങനെയാണ് ഞാൻ എത്തിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? സോ ഞാൻ ഇപ്പൊ കുറച്ച് ഡയറ്റ്സും അതുപോലെ എക്സസൈസും എല്ലാം ഫോളോ ചെയ്തായിരുന്നു ഈ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് അറിയാനായിട്ട് സെക്കൻഡ് പാർട്ട്, ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടും അതുപോലെ കണ്ടിന്യൂഷനും വരുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ബൈ ബൈ. ആൻഡ് ഞാൻ ഇടുന്ന അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ.